ഹലോ ഗൈസ്, ഫാൻ്റെ ശബ്ദം ഉണ്ടാവും. അപ്പോൾ ഇന്ന് കുടുംബത്തിലെ കല്യാണം പാർട്ട് 1 ആണ് കേട്ടോ. നമുക്ക് ത്രെഡ് ചെയ്യാനും എൻ്റെ മുടിയൊക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് പോകാം. മുടി കുറച്ച് വെട്ടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വളഞ്ഞു കിടക്കുന്ന ഭാഗമൊക്കെ വെട്ടണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നോക്കാം. എല്ലാ തവണത്തെയും പോലെ തന്നെ ഇറങ്ങാറായപ്പോഴത്തേക്കും ഈ മുടി വെട്ടണോ വേണ്ടയോ എന്നുള്ളൊരു വലിയ കൺഫ്യൂഷൻ എനിക്ക് വന്നു. മുടി വെട്ടിയ വീട്ടിൽ വന്നൊരു കരച്ചിൽ ഞാൻ പതിവാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാമത് ഒന്നുകൂടി ചിന്തിച്ചത്. എന്തായാലും വെട്ടിയേക്കാൻ തീരുമാനം എടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ പോയി ബ്യൂട്ടി പാർലറിൽ പോയി എല്ലാം വെട്ടി തിരിച്ചിറങ്ങി. ഒരു ഫാൻസി സ്റ്റോറിൽ കയറണമായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. കുഞ്ഞിന് വളയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ കൂടെ പോകുമ്പോൾ മാത്രമല്ല, അച്ഛൻ്റെ കൂടെ പോകുമ്പോഴും ബജ്ജിക്കട എനിക്കൊരു വീക്ക്നെസ്സാണ്. അങ്ങനെ അവിടെ നിന്ന് ബജ്ജിയൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലെത്തി സാധനങ്ങളൊക്കെ കട്ട്ലയിലോട്ട് അങ്ങോട്ട് നിരത്തി. ഇനി ഓരോന്നായിട്ട് നോക്കണം. ഈ ലിപ്സ്റ്റിക്ക് ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. ഇത് ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ കോട്ടൺ ക്യാൻഡി ആണെന്ന് തോന്നുന്നു ഷെയ്ഡ്. നല്ല അടിപൊളി ഷെയ്ഡ്. ഞാൻ ഒത്തിരി നാളായി ഈ ഒരു ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട്. ആൻഡ് ഇത് നല്ല ഗ്ലോസിയാണ് കേട്ടോ. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഈ ഒരു നല്ല റിവ്യൂ കണ്ടിട്ട് തന്നെ വാങ്ങിച്ചതാണ്. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മുഖം പെട്ടെന്നൊന്ന് ബ്രൈറ്റായ ഒരു ഫീൽ ഉണ്ടായി. എനിക്ക് നല്ല വൃത്തിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ആദ്യത്തെ പടിയായിട്ടുള്ള കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരുക്കത്തിൻ്റെ ആദ്യത്തെ പടിയായിട്ടുള്ള ഇത് ചെയ്ത് കഴിഞ്ഞു. ഡ്രസ്സ് ഞാൻ തയ്ക്കാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതിന് നാളെ ശരിക്കും കിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ വെനസ്ഡേ ആണ് കല്യാണം. ഇന്ന് ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത് മൺഡേ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഓരോ ദിവസത്തെയും കാര്യങ്ങളും അപ്പോൾ എടുത്തൊന്ന് അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിനി വരുന്ന വീഡിയോസിൽ കാണാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. വീഡിയോ എന്താ കഴിയാത്ത എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നോക്കിയിരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.